നല്ല ഷോൾഡർ പെയിൻ ഉണ്ട്, കുറച്ച് ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊരു വ്യത്യാസം വരുന്നില്ല. 2 ദിവസം ചിലപ്പോൾ കുറഞ്ഞിരിക്കും, 3ന്റെ അന്ന് വീണ്ടും പഴയതുപോലെ ആവും. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പൊക്കോണ്ടിരിക്കുവാണോ നിങ്ങൾ? നമ്മുടെ പെരിയ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ ഒക്കെ വരുന്ന കണ്ടീഷൻസ് ആണ് ഷോൾഡറിന്റെ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻ ആവുക, നമ്മൾ ഉദ്ദേശിച്ച പോലെ മൂവ്മെന്റ് ഒന്നും വരാതിരിക്കുക, ഉള്ള മൂവ്മെന്റിന് ഭയങ്കര പെയിൻഫുൾ ആയിട്ടിരിക്കുക. പക്ഷെ നമ്മൾ ചികിത്സ എടുക്കുന്നുണ്ട്, ഫിസിയോതെറാപ്പി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഒക്കെ നമ്മൾ ചികിത്സ നോക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടത്ര ഒരു റിസൾട്ടും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള അവസ്ഥകളിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ചികിത്സ എന്ന് പറയുന്ന ഒരു പാറ്റേൺ മാത്രം ഫോളോ ചെയ്യരുത്. പറ്റുന്നത്രയും ടൈമിൽ നമ്മൾ സ്വന്തമായിട്ട് കൂടെ കുറച്ച് എക്സസൈസ് വീട്ടിൽ ഇതിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമാണ് അതിനെ റെക്ടിഫൈ ആണുള്ള ഒരു സമയവും കുറച്ച് പുതിയ വഴികളും കൂടെയൊക്കെ നമ്മളെ ബോഡിക്ക് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന 2 എക്സസൈസ്, 2 ടിപ്സ് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് നമ്മൾ പെൻഡുലം സ്ട്രെച്ച് എന്ന് പറയും. വേറൊന്നുമില്ല, നമ്മൾ ഒരു ടേബിള് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു ഹിപ്പിന്റെ ഹൈറ്റിലുള്ള ഒരു ടേബിള് പോലുള്ള എന്തെങ്കിലും ഒരു സാധനം, അതില് നമ്മുടെ പ്രശ്നമൊന്നും ഇല്ലാത്ത കൈ ആ ടേബിളിൽ പിടിച്ചിരിക്കുക. 2 കൈയും 2 കാലും നമ്മൾ മുട്ട് മടക്കാതെ ഒരു കൈ അകലത്തിൽ ഈ ടേബിൾ പതുക്കെ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്തിട്ട് നിൽക്കുക. നമ്മൾ ഈ വോമിറ്റ് ചെയ്യാനൊക്കെ നിൽക്കുന്ന പോലെ നമ്മൾ ഫ്രണ്ടിലോട്ട് നിൽക്കുക. എന്നിട്ട് ആ ബുദ്ധിമുട്ടുള്ള കൈ എത്രത്തോളം നമുക്ക് ഫ്രീ ആയിട്ട് താഴോട്ട് ഇടാൻ പറ്റും അത്രത്തോളം ഫ്രീ ആയിട്ട് താഴോട്ട് ഇടുക. എന്നിട്ട് ഈ പെൻഡുലം മൂവ്മെന്റ് ചെയ്യുന്നത് പോലെ ഫ്രണ്ടിലോട്ട്, ബാക്കിലോട്ട്, അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, റൈറ്റിലോട്ട്, ലെഫ്റ്റിലോട്ട്, ഈ ഡയറക്ഷനിൽ എല്ലാത്തിലും വളരെ ഫ്രീ ആയിട്ട് കൈ ഇട്ടിട്ട് കൈയുടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടിട്ട് കൈയെ ഒരു പെൻഡുലം പോലെ സ്വിങ് ചെയ്യിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് രാവിലെ അതുപോലെ തന്നെ വൈകുന്നേരം ഓരോ സെഷൻസോ 2 സെഷൻസോ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ വാൾ സ്ട്രെച്ച്. വേറൊന്നുമില്ല, നമ്മളൊരു ചുവരിലോട്ട് ചേർന്ന് നിൽക്കുക. ചേർന്ന് നിൽക്കുമ്പോൾ ഒരു കൈ അകലത്തിലാണ് നിൽക്കേണ്ടത്. കൈയുടെ എൽബോ മടക്കാൻ പാടില്ല, കാലിന്റെ മുട്ടും മടക്കാൻ പാടില്ല. നേരെ നമ്മൾ സ്ട്രെയിറ്റ് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അതിനുശേഷം ഏത് കൈയാണോ ബുദ്ധിമുട്ടുള്ളത് ആ കൈയാണ് വെക്കേണ്ടത്. ആ കൈയുടെ ഒരു ഫ്രീ സ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട് കയ്യിലൊരു തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടൺ തുണിയോ വേണമെങ്കിൽ നമ്മുടെ കൈ പത്തിക്കകത്ത് വെച്ചിട്ട് ചുവരിലോട്ട് ചേർന്ന് എങ്ങനെയെങ്കിലും വെക്കുക. എന്നിട്ട് കൈയുടെ മുട്ട മടക്കാതെ ഈ കൈ മേളിലോട്ട് സ്ലൈഡ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മളെ ബോഡിയുടെ വെയിറ്റ് ഈ ഷോൾഡറിലോട്ട് കൊടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്തിട്ട് നമ്മുടെ നെറ്റി ഒന്ന് നമ്മുടെ വോളിൽ, ചുവരിൽ ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം പോവാ. ഒരു 10 സെക്കൻഡ്സോ 20 സെക്കൻഡ്സോ ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ചു വിട്ടുക. ഇത് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ രാവിലെയും വൈകുന്നേരം ഈ ഒരു എക്സസൈസും കൂടെ ഒന്ന് ചെയ്തു കൊടുക്കണം. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഷോൾഡറിന് ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ഈ 2 ടിപ്സും കൂടെ